പല്ലാത്ത ജാതിയും പല്ലാത്ത ജാതി ഇവിടില്ലാത്ത ജാതിയാരും കൊല്ലാത്ത വ്യാധി ഓനെ കണ്ടാ പിന്നിലെ Enjoy the next 30 minutes of uninterrupted listening. നല്ലൊരു പാട്ട് കേട്ട് വരുമ്പോഴായിരിക്കും സ്പോട്ടിഫൈക്കകത്ത് ഒരു ആഡ് അങ്ങ് കയറി വരുന്നത്. സ്പോട്ടിഫൈയുടെ പ്രീമിയം എടുത്താൽ തീരുന്ന പ്രശ്നമുള്ളൂ ഇത്. പക്ഷെ പ്രീമിയം എടുക്കണമെന്നുണ്ടെങ്കിൽ മാസം 119 രൂപ, 3 മാസം നോക്കാൻ നേരത്തെ ഏകദേശം 357 രൂപ നമുക്ക് പ്രീമിയം എടുക്കാൻ വേണ്ടി മാത്രം പോകും. പക്ഷെ ഇപ്പം മുതൽ നിങ്ങൾക്ക് സ്പോട്ടിഫൈ ഫ്രീ ആയിട്ട് കിട്ടും. യെസ്, കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് കിട്ടും 3 മാസത്തേക്ക്. അപ്പൊ സ്പോട്ടിഫൈ പ്രീമിയം എങ്ങനെയാണ് കിട്ടുന്നതെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ മൈക്രോസോഫ്റ്റ് എന്താണെന്ന് അറിയണം. അപ്പൊ മൈക്രോസോഫ്റ്റ് എന്താണെന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് ഇനി വെറുപ്പിക്കാൻ നിൽക്കുന്നില്ല, കാര്യം ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ നിങ്ങൾക്ക് കേട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ആ ഒരു വീഡിയോ കാണാൻ നേരത്തെ തന്നെ എന്താണ് മൈക്രോസോഫ്റ്റ് എന്നും അതുപോലെ തന്നെ അതിന്റെ പവർ എന്താണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന്റെ കമന്റ് ബോക്സിൽ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, സോ ആ ഒരു കമന്റ് ബോക്സ് ചെക്ക് ചെയ്യുന്നത് എത്ര പേര് എത്ര രൂപയൊക്കെ സമ്പാദിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും ഈ ഒരു മൈക്രോസോഫ്റ്റ് ഉപയോഗിച്ചിട്ട്. ആൻഡ് ആ ഒരു മൈക്രോസോഫ്റ്റിനകത്തുള്ള ഒരു ഓപ്ഷനാണ് നമുക്ക് ഫ്രീ ആയിട്ട് സ്പോട്ടിഫൈയുടെ പ്രീമിയം എടുക്കാനായിട്ട് പറ്റുന്നത്. ആൻഡ് അതുപോലെ തന്നെ അതിനകത്ത് വേറൊരു ഇഷ്യൂ കുറെ പേര് ഫേസ് ചെയ്യുന്നുണ്ടായിരുന്നു, അതായത് കൂൾ ഡൗൺ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ. സ്പോട്ടിഫൈ പ്രീമിയം എങ്ങനെ എടുക്കാമെന്നും അതുപോലെ തന്നെ ഈ ഒരു കൂൾ ഡൗൺ എന്ന് പറയുന്ന ഇഷ്യൂ എങ്ങനെ സോൾവ് ചെയ്യാമെന്നാണ് പറഞ്ഞു തരുന്നത്. ആൻഡ് എനിക്കറിയാം നിങ്ങൾ എല്ലാവരും ട്രിക്കിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുമായിരിക്കും. സോ ഞാൻ ട്രിക്ക് എന്തായാലും അടുത്ത വീഡിയോ തന്നെ ഇടാം. അടുത്ത വീഡിയോയിൽ ഞാൻ ട്രിക്ക് ഇടുന്നതായിരിക്കും, മസ്റ്റ് ആയിട്ട് ഇടുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇനി അടുത്ത വീഡിയോ തന്നെ ട്രിക്കിന്റെ വേണമെന്നാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. കാര്യം നമുക്ക് കമന്റ്സ് വരാൻ നേരത്തെ കുറച്ചും കൂടി നമുക്ക് ബെനിഫിറ്റ് ആണ് നമ്മുടെ ചാനൽ. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക കേട്ടോ, കമന്റ് ചെയ്യുക. സോ ശരിക്കും കമന്റ് ഒക്കെ വരുവാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് അടുത്ത വീഡിയോ തന്നെ ട്രിക്കിന്റെ ഇടുന്നതായിരിക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ അടുത്ത വീഡിയോ ട്രിക്ക് ഇടുന്നതായിരിക്കും. ആദ്യം തന്നെ നമുക്ക് സ്പോട്ടിഫൈ പ്രീമിയം ഫ്രീ ആയിട്ട് എങ്ങനെ എടുക്കുന്നത് നോക്കാം. അപ്പോൾ മൈക്രോസോഫ്റ്റിൻ്റെ ഹോം പേജിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും, കണ്ട ഗെറ്റ് സ്പോട്ടിഫൈ പ്രീമിയം ഫോർ ഫ്രീ എന്ന് പറഞ്ഞിട്ട്. ഇതിന് അവിടെ തന്നെ ഗെറ്റ് സ്റ്റാർട്ടഡ് ഓപ്ഷനും കാണാനായിട്ട് പറ്റും. സോ അതിലോട്ട് നേരെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ദെൻ ഇവിടെയും ഗെറ്റ് സ്റ്റാർട്ടഡ് ഓപ്ഷൻ കാണാം. അതിലോട്ട് നേരെ ക്ലിക്ക് ചെയ്ത് കൊടുത്ത് നമ്മൾ സെർച്ച് ചെയ്യുക എന്നൊരു കോൺസെപ്റ്റാണ് ഇത് പറയുന്നത്. ജസ്റ്റ് ഒരു സെർച്ച് ചെയ്താൽ മതി എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം മിക്ക ആൾക്കാരും ചെയ്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഗെറ്റ് സ്റ്റാർട്ടഡ് ഓപ്ഷനോട് ക്ലിക്ക് ചെയ്തിട്ട് നേരെ ഇവിടെ വന്നിട്ട് ഓരോ സെർച്ചൊക്കെ ചെയ്തു, എന്തെങ്കിലുമൊക്കെ നമ്മൾ സെർച്ച് ചെയ്യുന്നു, നേരെ ബാക്ക് അടിക്കുന്നു. പക്ഷേ ഇങ്ങനെ സെർച്ച് ചെയ്ത് ബാക്ക് അടിച്ച് കഴിഞ്ഞാൽ അത് കൗണ്ട് ആവത്തില്ല. ഓക്കെ, ഞാൻ സെർച്ച് ചെയ്ത് ബാക്ക് അടിച്ചു. അപ്പോൾ സ്പോട്ടിഫൈയുടെ ബാനർ പോയി കേട്ടോ, അത് വിഷയമില്ല. തൊട്ട് താഴെ തന്നെ നിങ്ങൾക്ക് അവിടെ സ്പോട്ടിഫൈയുടെ ഇത് കാണാൻ പറ്റും. ഇതേ കണ്ടില്ലേ, ഗെറ്റ് സ്പോട്ടിഫൈ പ്രീമിയം. ഓക്കെ, അവിടെ കാണാൻ പറ്റും 0/3 എന്ന് പറഞ്ഞിട്ട്. നമ്മൾ കംപ്ലീറ്റ് ആയില്ല സെർച്ച് ചെയ്തിട്ട്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് സെർച്ച് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലേ സ്റ്റോറിൽ പോവുക. അവിടെ നിങ്ങൾ എഡ്ജ് എന്ന് പറയുന്ന മൈക്രോസോഫ്റ്റ് എഡ്ജ് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതപ്പോൾ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്തിട്ട് ആ ഒരു ഡിഫോൾട്ട് ബ്രൗസർ നേരെ എഡ്ജ് കൊടുക്കുക. ഓക്കെ, ശ്രദ്ധിച്ചു കേട്ടോ, എഡ്ജ് കൊടുക്കുക. ദെൻ ഇവിടെ ആഡ് അക്കൗണ്ടിൻ്റെ അവിടെ നേരത്തെ നമ്മൾ മൈക്രോസോഫ്റ്റ് ലോഗിൻ ചെയ്ത ഇമെയിൽ ID തന്നെ കൊടുത്ത് ലോഗിൻ ചെയ്യാം. ഇനിയിപ്പോൾ ഇവിടെ നോക്കിയോ 0/3 ആണ്. നിങ്ങൾ ഇവിടെ എങ്ങും അല്ല ചെയ്യേണ്ടത്. എന്താ ചെയ്യേണ്ടത്? നേരെ എഡ്ജിലോട്ട് പോവുക. ക്ലോസ് ചെയ്ത് നേരെ എഡ്ജിലേക്ക് പോവുക. ആ എഡ്ജിൽ നിങ്ങൾ അവിടെ സെർച്ച് ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലുമൊക്കെ സെർച്ച് ചെയ്യുക. ഞാൻ ചുമ്മാ ഇവിടെ ഒരു കാർ ഗെയിം എന്നോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചുമ്മാ വായി തോന്നി എന്തെങ്കിലും ഞാൻ സെർച്ച് ചെയ്തു. സോ തിരിച്ചു വരുമ്പോൾ കാണാൻ പറ്റുന്നതാണ് 3/1. സോ ഇവിടെ കിടന്ന് നിങ്ങൾ സെർച്ച് ചെയ്തിട്ട് കാര്യമില്ല, എഡ്ജിൽ പോയാണ് സെർച്ച് ചെയ്യേണ്ടത്. ആ സെയിം ഇമെയിലിൽ തന്നെ ലോഗിൻ ചെയ്യേണ്ടതുമാണ്. ഓക്കെ, സോ അതുപോലെ തന്നെ പിറ്റേ ദിവസം വന്ന് ഞാൻ എൻ്റെ പേര് തന്നെ സെർച്ച് ചെയ്ത് ഫോട്ടോയൊക്കെ വന്നിട്ടുണ്ട്, അതും കംപ്ലീറ്റ് ആയിട്ടുണ്ട്, 2/3 ആയിട്ടുണ്ട്. അല്ല, അതുപോലെ തന്നെ അടുത്ത ദിവസവും വന്ന് അതും നമ്മൾ ചെയ്യുവാണ്. അപ്പോൾ അത് ബാനറായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, സോ നമ്മൾ ചെയ്ത് 3 ദിവസം കംപ്ലീറ്റ് ആയി. റെഡീം നൗ ഓപ്ഷൻ കാണാം, നേരെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അവിടെ കാണാൻ പറ്റും, കണ്ടില്ലേ 0 പോയിൻറ്റ്സ് ഒന്നും ചിലവാക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ തന്നെ നമുക്ക് റെഡീം ചെയ്യാം 3 മാസത്തേക്ക്. ഓക്കെ, സോ റെഡീം റിവാർഡ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനിലൂടെ നേരെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ദെൻ നമ്മുടെ ആ ഒരു പാസ്വേഡും കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ദെൻ നമ്മുടെ ഫോൺ നമ്പറും കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇനി അഥവാ നിങ്ങൾ ഫോൺ നമ്പർ ഒന്നും ആഡ് ചെയ്തില്ലെങ്കിൽ അത് ഒന്നും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഫോൺ നമ്പറും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് നേരെ റെഡീം ചെയ്യാനായിട്ട് പറ്റും. സോ അപ്പോൾ തന്നെ നിങ്ങൾക്ക് അവിടെ ഒരു മെയിൽ വരുന്നതായിരിക്കും. നിങ്ങൾക്ക് ആ ഒരു മെയിലിനകത്ത് കാണാനായിട്ട് പറ്റും, ഇതാ കണ്ടില്ലേ, ആ ഒരു കോഡെന്ന് പറഞ്ഞിട്ട് ഒരു കോഡ് കൊടുത്തിട്ടുണ്ട്. സോ അത് ക്ലെയിം ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ഒരു സ്പോട്ടിഫൈയുടെ പ്രീമിയം കിട്ടുന്നത്. ഇനി ചിലവർക്ക് മെയിൽ വരാതിരിക്കുക അങ്ങനെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാലും കുഴപ്പമില്ല. മൈക്രോസോഫ്റ്റിൻ്റെ ഹോം പേജിൽ തന്നെ താഴോട്ട് പോകുമ്പോൾ അവിടെ കാണാൻ പറ്റും, കണ്ടില്ലേ, യുവർ ലേറ്റസ്റ്റ് റിവാർഡ് എന്ന സെക്ഷനിൽ കാണാൻ പറ്റും. കണ്ടില്ലേ, ഇത് മൈക്രോസോഫ്റ്റിൻ്റെ 3 മന്ത്സിൻ്റെത്. അവിടെ റീസെൻ്റ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് റീസെൻഡ് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഓർഡർ ഡീറ്റെയിൽസ് ക്ലിക്ക് ചെയ്യാൻ നേരത്ത് അവിടെ നിങ്ങൾക്ക് ആ ഒരു കോഡ് കാണാൻ പറ്റും. സോ ഇനി മെയിൽ വന്നില്ലെങ്കിലും ഇഷ്യൂ ഒന്നുമില്ല, ഈ ഒരു കോഡ് ഇവിടുന്ന് കോപ്പി ചെയ്താൽ മതി. ഇത് ക്ലെയിം ചെയ്യാനായിട്ടൊരു വെബ്സൈറ്റ് ഉണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. 3 ദിവസത്തെ സെർച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ആ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. ദെൻ സ്റ്റാർട്ട് ഫ്രീ ട്രയൽ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ദെൻ മൈക്രോസോഫ്റ്റിൽ കൊടുത്ത Gmail ID ലോഗിൻ ചെയ്യുക. ദെൻ നിങ്ങൾ ആ ഒരു കോഡ്, ഓക്കെ, ആ ഒരു കോഡ് കോപ്പി ചെയ്യുക. എന്നിട്ട് അവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ദെൻ ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന് പറഞ്ഞ ഓപ്ഷനിലോട്ട് നേരെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. സോ കാണാനായിട്ട് പറ്റും 0.00 നമുക്ക് ഇനി ഫ്രീ ആയിട്ട് തന്നെ ആ ഒരു പ്രീമിയം അവിടെ കിട്ടിയിട്ടുണ്ട്. സോ താഴോട്ട് പോകുന്ന നേരത്ത് തന്നെ അവിടെ സ്റ്റേറ്റ് എന്നും അതുപോലെ തന്നെ ഡെബിറ്റ് കാർഡ് അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡിൻ്റെ ഡീറ്റെയിൽസ് ആഡ് ചെയ്യാനായിട്ട് പറയും. സോ ഡെബിറ്റ് കാർഡെങ്കിൽ ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ് ഫ്രീ ആണ്. ഞാൻ പറഞ്ഞുതരാം, ശ്രദ്ധിച്ച് കേട്ടോ. അപ്പോൾ സ്റ്റേറ്റിൻ്റെ അവിടെ കേരളയാണ് കേട്ടോ കൊടുക്കേണ്ടത്. കൊടുക്കുക.
സെക്യൂരിറ്റി കോഡും എക്സ്പയറി ഡേറ്റും കാർഡ് നമ്പറും ഒക്കെ അടിച്ചു കൊടുക്കുക. അതിനുശേഷം അവിടെ കാണാനായിട്ട് പറ്റും ജസ്റ്റ് 2 രൂപ പേ ചെയ്യാനായിട്ട്. സംഭവം ഫ്രീ ആണ്, ഞാൻ കാണിച്ചു തരാം. ഫ്രീ ആണ്, ഈ 2 രൂപ നമുക്ക് തിരിച്ച് കിട്ടും, അത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, സോ ജസ്റ്റ് നമ്മൾ ആ 2 രൂപ പേ ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. 2 രൂപ ഞാൻ അയച്ചു കൊടുത്തു. ആൻഡ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും നമുക്ക് സ്പോട്ടിഫൈയുടെ സബ്സ്ക്രിപ്ഷൻ ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ തന്നെ നിങ്ങൾക്ക് ഓപ്പൺ സ്പോട്ടിഫൈ ഓപ്ഷൻ കാണാൻ പറ്റും. ആ ഒരു ഓപ്പൺ സ്പോട്ടിഫൈ ഓപ്ഷനിലോട്ട് നേരെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ സ്പോട്ടിഫൈ ഓപ്പൺ ആവുന്നതായിരിക്കും, നമുക്കത് പ്രീമിയം ആയിരിക്കുന്നതായിരിക്കും. ഓക്കെ, നമ്മളത് ഓപ്പൺ ചെയ്തു, അത് നമുക്ക് പ്രീമിയം ആണ്. സോ അവിടെ കാണാൻ പറ്റും പ്രീമിയം അവിടെ ആക്റ്റീവ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. സോ പ്രീമിയം ആയിട്ടുണ്ട്. ഇനി അത് ക്യാൻസൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ വെബ്സൈറ്റിലോട്ട് പോകണം. spotify.com എന്ന് പറഞ്ഞാൽ അവരുടെ വെബ്സൈറ്റിൽ പോവുക, ലോഗിൻ ചെയ്യുക. അതിനുശേഷം വ്യൂ അക്കൗണ്ട് ഓപ്ഷനിലോട്ട് നേരെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. താഴോട്ട് സ്ക്രോൾ ചെയ്യുന്ന നേരത്തെ അവിടെ നിങ്ങൾക്ക് മാനേജ് യുവർ പ്ലാൻ അല്ലെങ്കിൽ മാനേജ് യുവർ സബ്സ്ക്രിപ്ഷൻ എന്നൊരു ഓപ്ഷൻ കാണാം. അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ചേഞ്ച് പ്ലാൻ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ദെൻ അവിടെ നിങ്ങൾ താഴോട്ട് സ്ക്രോൾ ചെയ്യുന്ന നേരത്ത് കാണാനായിട്ട് പറ്റും ക്യാൻസൽ പ്ലാൻ. അതപ്പോൾ ഇപ്പം ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ടല്ല, നമുക്ക് ആ 3 മാസം ആവുന്നതിന് മുമ്പ് ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ക്യാൻസൽ ചെയ്യാനുള്ള സെക്ഷൻ എടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ടും സ്പോട്ടിഫൈയുടെ സബ്സ്ക്രിപ്ഷൻ തീരുന്നതിന് മുമ്പ് തന്നെ വന്ന് ഇതൊന്ന് ക്യാൻസൽ ചെയ്തേക്കാം. ഓക്കെ, അതായത് ഇപ്പോൾ എൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ സെപ്റ്റംബർ 10th സബ്സ്ക്രിപ്ഷൻ തീരുന്നത്. ഓക്കെ, സോ ഒരു 8th അല്ലെങ്കിൽ 9th അങ്ങനെ സബ്സ്ക്രിപ്ഷൻ അങ്ങ് ക്യാൻസൽ ചെയ്തേക്കാം. മസ്റ്റായിട്ടും ചെയ്തേക്കണം, മറന്നു പോകരുത്. എനിക്കറിയാം 3 മാസം ടൈം ഉള്ളതുകൊണ്ട് തന്നെ മിക്കവരും മറന്നുള്ള ചാൻസ് വളരെ കൂടുതലാണ്. സോ സിമ്പിളായിട്ട് തന്നെ ജസ്റ്റ് ഒരു റിമൈൻഡർ സെറ്റ് ചെയ്താൽ മതി. ജസ്റ്റ് ഗൂഗിളിനോട് പറഞ്ഞാൽ മതി. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഓക്കെ ഗൂഗിൾ, ക്യാൻ യു പ്ലീസ് സെറ്റ് എ റിമൈൻഡർ ഫോർ മീ? What's the title? Spotify subscription. All right. Spotify subscription. When do you want to be reminded? September 8th. Got it. Spotify subscription. This will be for... ഓക്കെ, നിങ്ങളുടെ കാണാൻ പറ്റും 8th September 9 PM അത് പറയുന്നത്. നിങ്ങൾക്ക് എപ്പോഴാണോ ടൈം, എപ്പോഴാണോ എന്ന് വെച്ചാൽ നിങ്ങൾ എന്നാണ് സബ്സ്ക്രൈബ് ചെയ്യുന്നത് 1-2 ദിവസം മുമ്പ് തന്നെ അങ്ങ് ചെയ്തേക്കുക. എന്താ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും നമ്മൾ ആ ഒരു സ്പോട്ടിഫൈയിൽ 2 രൂപ സ്പെൻഡ് ചെയ്തത് അത് റിട്ടേൺ വന്നിട്ടുണ്ടാവും. ഞാൻ ജൂൺ 11 സ്പെൻഡ് ചെയ്തത്, അത് ജൂൺ 12 അത് റിട്ടേൺ വന്നിട്ടുണ്ട്. ഓക്കെ, സോ എൻ്റെ ഒരു ഫ്രണ്ടിനോട് ഞാൻ പറഞ്ഞു, അവനും ചെയ്ത് നോക്കി, അവർ ഇതണക്ക് തന്നെ ആ ഒരു 2 രൂപ തിരിച്ച് റിട്ടേൺ കിട്ടുകയും ചെയ്തു. സ്പോട്ടിഫൈ സബ്സ്ക്രിപ്ഷൻ ഫ്രീ ആയിട്ട് കിട്ടുകയും ചെയ്തു. അപ്പോൾ സ്പോട്ടിഫൈ പ്രീമിയം എങ്ങനെ എടുക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി അല്ലേ? ഇനി അടുത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കൂൾ ഡൗൺ. ഓക്കെ, സോ ഒരു കൂൾ ഡൗൺ ഇഷ്യൂ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിനകത്ത് ഓരോ സെർച്ച് ചെയ്യാൻ നേരത്ത്, PC സെർച്ച് ആയിക്കോട്ടെ മൊബൈൽ സെർച്ച് ആയിക്കോട്ടെ, നിങ്ങൾ ഓരോ സെർച്ച് ചെയ്യാൻ നേരത്തും നമ്മൾ പണ്ട് 1-2 വർഷം മുമ്പ് ഞാൻ വീഡിയോ ഇട്ടായിരുന്നല്ലോ, ആ ഒരു ടൈമിലൊക്കെ നമ്മൾ പറയുന്നത് ചുമ്മാ എന്തെങ്കിലുമൊക്കെ ടൈപ്പ് ചെയ്തൊക്കെ സെർച്ച് ചെയ്താൽ മതിയെന്ന്. സോ ആ ഒരു സെയിം കാര്യം തന്നെ ആയിരിക്കും ഇപ്പോഴും നിങ്ങൾ ഫോളോ ചെയ്യുന്നത്. സോ അങ്ങനെ ഫോളോ ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ഒരു കൂൾ ഡൗൺ ഇഷ്യൂ വരുന്നത്. ഓക്കെ, നിങ്ങൾ ജെന്യൂൻ ആയിട്ട് സെർച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ക്യാറ്റ് എന്ന് സെർച്ച് ചെയ്യുകയാണ്. ഓക്കെ, അതൊരു എന്താ പറയുക ആനിമൽ ആണല്ലോ അല്ലേ, അല്ലെങ്കിൽ ഒരു ഡോഗ് സെർച്ച് ചെയ്യുവാണ്. സോ അങ്ങനെയുള്ള മീൻസ് ജെന്യൂൻ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ സെർച്ച് ചെയ്യാൻ നേരത്ത് നമുക്ക് ആ ഒരു കൂൾ ഡൗൺ എന്ന് പറഞ്ഞൊരു ഇഷ്യൂ വരത്തില്ല. അല്ലാതെ ചുമ്മാ ആ കീബോർഡിൽ അവിടെ ഇവിടെ ഒക്കെ പിടിച്ചിങ്ങനെ ഞെക്കി കൊടുക്കാൻ നേരത്തെ എന്തെങ്കിലും CKJJLM അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരും. ഓക്കെ, അതൊന്നും ഒരു വേർഡ്സ് അല്ലല്ലോ, അല്ലെങ്കിൽ നമ്മൾ ചുമ്മാ അവിടെ ഇവിടെ കുത്തുന്നതാണ് അവർക്ക് മനസ്സിലാവത്തില്ലേ. സോ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ സെർച്ച് ചെയ്യുന്ന സമയത്താണ് നമുക്ക് ഒരു കൂൾ ഡൗൺ എന്ന് പറയുന്ന ഇഷ്യൂ വരുന്നത്. സോ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, നോർമലായിട്ട് ക്യാറ്റ്, ഡോഗ്, അല്ലെങ്കിൽ ഞങ്ങളുടെ സൈഡിൽ കാണിച്ചു തരാം. നിങ്ങൾ ഇപ്പൊ ഒരു ക്യാറ്റ് എന്ന് അടിക്കുകയാണ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവം അടിക്കാൻ നേരത്ത് തന്നെ അതിൽ തന്നെ സജഷൻസ് ആയിട്ട് ഓരോ കാര്യങ്ങൾ വരും. അതിലോട്ട് ടാപ്പ് ചെയ്ത് കൊടുത്താൽ മതി. എഗെയിൻ നിങ്ങൾ അതിലോട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ പിന്നെ അതിലോട്ട് സജഷൻസ് വരും, അതിലോട്ട് ടാപ്പ് ചെയ്ത് കൊടുത്താൽ മതി. സിമ്പിൾ ആയിട്ട് വരും. സോ അങ്ങനെ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് തന്നെ ഈ ഒരു PC സെർച്ചും മൊബൈൽ സെർച്ചും കംപ്ലീറ്റ് ആക്കാനായിട്ട് പറ്റും. സോ ആ ടൈമിൽ നിങ്ങൾക്ക് 50 minutes അല്ലെങ്കിൽ 30 minutes കൂൾ ഡൗൺ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ വരത്തില്ല. ക്ലിയർ ആയല്ലോ? പിന്നെ ട്രിക്കിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു മസ്റ്റ് ആയിട്ടും കമന്റ് ചെയ്യുക. എന്തായാലും ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ. ഒരു അടിപൊളി വീഡിയോ കാണുന്നവരേക്കും ഇറ്റ്സ് മീ രഞ്ജി. ബൈ ഗൈസ്.